നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ കാലാവസ്ഥാ വിദഗ്ധർ വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് 3 ദിവസം ഇനി കഴിയുന്നതോടെ രാജ്യത്ത് കാലാവസ്ഥാ മാറ്റത്തിനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 3 ദിവസം കഴിയുന്നതോടെ ഇന്നൂടെ കൂട്ടി, അതായത് സെപ്റ്റംബറോടെ പ്രസന്നമായ കാലാവസ്ഥയുള്ള ശരത്കാലത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വക്താവ് അഖീൽ അൽ അഖീൽ പറഞ്ഞു. ഈ മാസത്തെ അവസാന ആഴ്ചയിൽ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് കണക്കാക്കുന്നുവെന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രകടമാകുന്ന കാലാവസ്ഥ വ്യത്യാസം അന്തരീക്ഷ ഊഷ്മാവ് ക്രമേണ കുറയുന്ന ഘട്ടമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത കാലത്തായി മക്ക, മദീന, മറ്റ് തെക്കൻ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. പല ദിവസങ്ങളിലും ശക്തമായ പൊടിക്കാറ്റുണ്ടായിരുന്നു. സൗദിയിലെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു. കിഴക്കൻ പ്രവിശ്യയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ 4 മേഖലകളിൽ താപനില 46 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചിരുന്നു. ദമാം ഉൾപ്പെടുന്ന കിഴക്കൻ പ്രവിശ്യയിൽ ഉയർന്ന താപനില 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെയും, റിയാദ് മേഖലയുടെ കിഴക്ക് തെക്ക് ഭാഗങ്ങളിലും, അൽ ഖസീം മേഖലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും, മദീന മേഖലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഉയർന്ന താപനില 46 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തിയിരുന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും മധ്യ മേഖലയുടെ ചില ഭാഗങ്ങളിലുമാണ് ഉഷ്ണ കാലാവസ്ഥ ശക്തമായി തുടരുന്നത്. മദീന, മക്ക പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിലും മക്ക, ജിസാൻ പ്രദേശങ്ങൾക്കിടയിലുള്ള തീരദേശ പാതകളിലും ദൃശ്യപരത കുറയ്ക്കുന്ന വിധം ശക്തവും സജീവവുമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. അസീർ, ജിസാൻ മേഖലകളിൽ പതിവ് പോലെ ഈ സമയം മഴയുണ്ടായി. കനത്ത വെയിലിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഉച്ചവിശ്രമ നിയമം ഗൾഫ് രാജ്യങ്ങളിൽ നിലവിലുള്ള മാസങ്ങളാണ് കടന്നുപോയത്. വളർത്തുമൃഗങ്ങൾക്ക് വെയിലേൽക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്തിരുന്നു. ഇവയെ ഉച്ചയ്ക്ക് നേരിട്ട് വെയിലേൽക്കുന്ന വിധം മേയാൻ വിടുകയോ കെട്ടിയിടുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു മൃഗത്തെയും അലയാൻ വിടരുതെന്ന സൗദിയിലെയും UAE-യിലെയും മന്ത്രാലയം മൃഗങ്ങളെ വളർത്തുന്നവരോടും പരിപാലിക്കുന്നവരോടും ആവശ്യപ്പെട്ടിരുന്നു. UAE-യിലെ ചില ഭാഗങ്ങളിൽ ഈ വർഷം ഉയർന്ന താപനില 50 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. 2 ദിവസം മുൻപായിരുന്നു UAE-യിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.